ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ബ്രൈഡൽ ബൊക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റുമായിട്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ ബ്രൈഡൽ ബൊക്കറ്റ് ഈ രീതിയിലെല്ലാം നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് കഴിയും. ഈ ബ്രൈഡൽ ബൊക്കറ്റ് എന്നുള്ള പേരാണല്ലേ നമുക്കൊക്കെ വളരെ സുപരിചിതം. എന്നാൽ ക്രിസ്മസ് മുല്ല എന്നും മാണി മുല്ല എന്നൊക്കെ ഇതിന് പേരുകൾ വരുന്നുണ്ട്. കുലകളായി മൊട്ടിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഈ ചെടി ഒരു നിത്യഹരിത സസ്യമാണ്. സെപ്റ്റംബർ മുതൽ മൊട്ടിട്ട് തുടങ്ങുമെങ്കിലും നിറയെ പൂക്കളോട് കൂടിയിട്ട് നമുക്കിത് മാർച്ച് ഏപ്രിൽ മാസം വരെയൊക്കെ കാണാനായിട്ട് കഴിയും കേട്ടോ. നല്ല വെള്ളപ്പൂക്കൾ ഇഷ്ടമില്ലാത്തവരായിട്ട് അധികം ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ. മതിലിനോടൊക്കെ ചേർത്ത് നട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിത് മതിലിലേക്ക് പടർത്തി വളർത്താനായിട്ട് കഴിയും. ഇതിൻ്റെ പൂക്കളൊക്കെ നല്ല കുലകളായിട്ടുണ്ടാകുന്നതിനാൽ മതിലിനെയൊക്കെ പൊതിഞ്ഞ് നക്ഷത്രങ്ങൾ വിരിഞ്ഞു നിൽക്കുന്നത് പോലെ കാണാനായിട്ട് കഴിയും കേട്ടോ രാത്രിയൊക്കെ. അതുപോലെ തന്നെ നമുക്ക് പന്തലിലൊക്കെ പടർത്തിയെടുക്കാം. പിന്നെ നമ്മൾ എന്നും പറയുന്നത് പോലെ ഓൺലൈനായിട്ട് വാങ്ങിക്കുന്ന ചെടികൾ വെറുതെ മണ്ണിനകത്ത് വെച്ച് പിടിപ്പിക്കുക. അതിനുശേഷം നമ്മൾ കുഴിയെടുത്തിട്ട് ചാണകപ്പൊടി, കമ്പോസ്റ്റ്, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി എന്നിവയൊക്കെ അടിവളമായിട്ട് നൽകിയിട്ട് നമുക്ക് ഇതിൻ്റെ തൈ നട്ടുകൊടുക്കുകയും ചെയ്യാം. നിലത്തും ചട്ടിയിലും ഒക്കെ നമുക്ക് ഒരുപോലെ വളർത്തിയെടുക്കാനായിട്ട് കഴിയുന്നതാണ് കേട്ടോ അതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഒരു ചെടി ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്നും ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇന്ന് ക്രീപ്പർ പ്ലാന്റ്സ് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടല്ലേ നമുക്കിടയിൽ. അപ്പോൾ അവർക്കെല്ലാം വളരെ എളുപ്പത്തിൽ യാതൊരു ടെൻഷനും ഇല്ലാതെ വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു ചെടിയാണ് കേട്ടോ നമ്മുടെ ഈ ബ്രൈഡൽ ബൊക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്നതെല്ലാം നമ്മുടെ ഔട്ട്ലെറ്റിൽ സ്റ്റോക്ക് ഇരിക്കുന്ന പ്ലാന്റ്സ് ആണ്. 250 രൂപയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ചെടിയുടെ വില വരുന്നത്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ അതേ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ. എന്ത് ഭംഗിയാലേ ഇതേപോലെ നിറയെ പൂക്കളായിട്ട് നിൽക്കുന്നത് കാണാനായിട്ട്. ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ നമ്മൾ അയച്ചു തരുന്നതും. അപ്പോൾ ഇതേപോലെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെറിയ ചെറിയ കമ്പുകളെല്ലാം കുത്തി കൊടുത്തിട്ട് സപ്പോർട്ട് കൊടുത്ത് ജസ്റ്റ് ഒരു കയറൊക്കെ വെച്ച് കെട്ടിക്കൊടുത്തിട്ടും നമുക്കിതിനെ വളർത്തിയെടുക്കാം. അതല്ലാന്നെങ്കിലും നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഏത് രീതിയിലും വളർത്തിയെടുക്കാൻ കഴിയും. മറ്റ് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.